ഏതായാലും നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വലിയ തോതിലുള്ള തിരിച്ചടി ഇടതുമുന്നണിക്ക് കിട്ടിയിരിക്കുന്നു. അവരുടെ എല്ലാ പി ആർ തന്ത്രങ്ങളും പൊളിഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഇവരെ ഈ പരാജയത്തിലേക്ക് ഇത്രയും ഗതികെട്ട ഒരവസ്ഥയിലേക്ക് എത്തിച്ചതിൽ ഒരു വ്യക്തിയുടെ പങ്ക് വളരെ വലുതാണ്. ഒരു പക്ഷേ നമ്മുടെ സിനിമയിലൊക്കെ പറയുന്ന പോലെ അദ്ദേഹം പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്ന് ഈ ദുരന്തർ സിനിമയുടെ കഥ പോലെയാണ്. സാക്ഷാൽ കിണർകോലുമാണ്. കിണർകോലു എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് കുറച്ചു പേർക്ക് അറിയില്ലായിരിക്കും. റിപ്പോർട്ടർ ടിവിയുടെ MD ആയിട്ടുള്ള MV രാഘവൻ്റെ മകനായിട്ടുള്ള MV നികേഷ് കുമാർ ഇതിനകത്ത് ശരിക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണ തന്ത്രങ്ങൾ എടുത്തു നോക്കിയാൽ എല്ലാം തിരിച്ചടിച്ചിരിക്കുകയാണ്. നമ്മൾ പറയുമല്ലോ, ഈ സ്വന്തം ആസനത്തിൽ തന്നെ വന്ന് പതിക്കുക എന്ന് കേട്ടിട്ട് എല്ലാം ബൂമറാങ് എന്ന് പറയും. അതാണ് ഈ വെടി കത്തിച്ച് വിട്ട റോക്കറ്റ് മുഴുവൻ തിരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്വന്തം ആസനത്തിൽ തന്നെ വന്ന് പതിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കാരണം ഒരു വളരെ തന്ത്രശാലിയായ ഒരു മാധ്യമപ്രവർത്തനക്കാൾ ഉപരി നല്ലൊരു ബിസിനസ്സുകാരനാണ്. എങ്ങനെ നന്നായിട്ട് കച്ചവടം നടത്തണം അദ്ദേഹം രണ്ട് ചാനൽ വഴി കാണിച്ചു തന്നു. മാത്രമല്ല, എങ്ങനെ ശമ്പളം കൊടുക്കാതെ ആളെ കൊണ്ട് പണിയെടുപ്പിക്കാമെന്ന് കേരളത്തിലെ മാധ്യമരംഗത്ത് കൃത്യമായി കാണിച്ചു കൊടുക്കുകയും അത് വളരെ ഫലപ്രദമായി നടപ്പിലാക്കി മറ്റു പലരും അത് കടമെടുക്കുകയും ചെയ്ത ഒരു രീതി. അതെ അതെ ഇപ്പൊ നമുക്കറിയാം ഈ അദ്ദേഹത്തിന്റെ ഈ സ്ലോഗൻസ്, അതായത് ഇലക്ഷൻ സ്ലോഗൻസ് ഉണ്ടായിരുന്നല്ലോ, ഇവരുടെ ടാഗ് ലൈൻ എന്നാണല്ലോ ഇപ്പൊ പുതിയ ഭാഷ. അപ്പം ഈ ടാഗ് ലൈനുകൾ ഏറ്റവും ഭംഗിയായിട്ട് തിരിച്ചടിച്ചു. LDF അല്ലാതെ മറ്റാര്. അപ്പം അതാണ് ഏറ്റവും രസകരമായ കാര്യം. അതിൽ ആരോ ഒരാൾ ഇന്നലെ സോഷ്യൽ മീഡിയ ഇട്ട സംഭവം കണ്ട് നന്നായിട്ട് ചിരിച്ചു. ചിന്തിക്കാനും ഉണ്ടായിരുന്നു. അതായത് പോളിംഗ് ബൂത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും നോക്കി, ഇതിനകത്ത് LDF അല്ലാതെ ആരാ ഉള്ളത്, യോഗ്യതയുള്ള വേറെ ഉണ്ടെങ്കിൽ അവനെ കൊടുത്തേക്കാന്ന് വിചാരിക്കും. അത് നമ്മൾ ഇറങ്ങുകയല്ലേ, ക്യാപ്റ്റനും സംഘവും നമ്മളങ്ങോട്ട് ഇറങ്ങുകയല്ലേ, പെരിയ ഒന്നിച്ചിറങ്ങുമല്ലേ. അറം പറ്റുക എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഇപ്പം ഈ നികേഷ് കുമാറിന്റെ ആ ഒരു സ്ട്രാറ്റജി അമ്പെ പാളിപ്പോയി. അത് CPM-നുള്ളിൽ തന്നെ അക്കാര്യത്തിൽ ശക്തമായ വിയോജിപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇയാൾ ശരിക്കും പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നു തന്നെ ആണോ എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ടെന്നാണ്. ആദ്യം മത്സരിച്ച അഴീക്കോട് വെച്ചല്ലേ കിണറ്റിൽ ഇറങ്ങിയത്. KM ഷാജിക്കെതിരെ 2016 2 മാധ്യമ പ്രവർത്തകരാണ് മത്സരിക്കാൻ ഇറങ്ങിയത്, അല്ലേ? രണ്ടല്ലേ? അന്ന് വീണ ജോർജും ഇയാളും. വീണ ജോർജ് കിണറ്റിൽ ഇറങ്ങാതെ ജയിച്ചു, ഇയാൾ കിണറ്റിൽ ഇറങ്ങിയിട്ടും തോറ്റു. അപ്പോൾ വീണ ജോർജിനെ പക്ഷേ അന്ന് MLA സ്ഥാനം കിട്ടുന്നു. അത് കഴിഞ്ഞ് അവർ രണ്ടാമത്തെ തവണ അവരുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നു. കഴിഞ്ഞ തവണ 19,000 പേരെ വോട്ടുകൾക്ക് അവർ ജയിക്കുന്നു. അവരപ്പോൾ തന്നെ അവരുടെ ഭാഗ്യം എന്ന് പറയുന്നത് ചുമ്മാതെ മാധ്യമപ്രവർത്തനമൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ ഇരുന്ന ഒരു ലേഡിയാണ്. അവർ ആ 2 വട്ടം ജയിക്കുന്നു. 2ാം വട്ടം അവർ മിനിസ്റ്റർ ആകുന്നു. അത് മാത്രമല്ല, എടുത്താൽ പൊങ്ങാത്ത ഒരു വകുപ്പും കൊടുക്കും, ആരോഗ്യവകുപ്പ്. ആ വകുപ്പിനെ കുട്ടിച്ചോറാക്കി നാട് മുഴുവൻ പിന്നെ എതിർപ്പ് സമ്പാദിച്ച് ഇപ്പോൾ വളരെ മനോഹരമായിട്ട് 2 മാധ്യമപ്രവർത്തകർ വിചാരിച്ചപ്പോൾ 2 മേഖല തീർക്കാൻ കഴിഞ്ഞു. ഒന്ന് CPM-ന് ഒരാൾ തീർത്തപ്പോൾ മറ്റൊരാൾ ആരോഗ്യവകുപ്പിനെയും കൂടെ തീർത്തു. അപ്പം ഈ കഴിഞ്ഞ 2021 നികേഷ് കുമാറിന് സീറ്റ് കിട്ടും എന്ന് കരുതി അദ്ദേഹം ആദ്യം മാധ്യമപ്രവർത്തനം നിർത്തിപ്പോയതാ. നിർത്തിപ്പോയിട്ട് പണി പാളി കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. തൻ്റെ മാധ്യമത്തിലൂടെ CPM-നുള്ള കുഴലൂത്ത് തുടർന്നു. പിന്നെ ദിലീപിനെതിരെ അദ്ദേഹം പടവാളെടുത്ത് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചു ദിലീപിനെതിരെ. അതിനുശേഷമാണ് ഇപ്പോൾ ഈ 2021 ഈ ട്രീ കട്ടേഴ്സിന് ചാനൽ വിൽക്കുന്നെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പുള്ളിയുടെ പേരിലുള്ള ലൈസൻസിലാണ്. അപ്പോൾ ട്രീ കട്ടർ മുതലാളിമാർ ഈ ചാനൽ മേടിച്ചു അർമാദിക്കുന്നു, അവർ കാശ് ഇറക്കുന്നു. ഈ സംഭവം 1ാം സ്ഥാനത്തേക്ക് വരെ വരുന്നു. നല്ല പൈസ അതുകൊണ്ട് അല്ല, ബാധ്യതയെല്ലാം തീർത്തതിന് ശേഷമാണ് ഈ ചാനൽ അവർ ഏറ്റെടുക്കുന്നത്. ബാധ്യത തീർക്കാത്ത വേറെ വലിയ വിഭാഗമുണ്ട്. ഇന്ത്യ വിഷനിൽ പണ്ട് പണിയെടുത്തിരുന്ന ഒരു പാവപ്പെട്ട കുറേ ആളുകളുണ്ട്. അവർ ആര് പൈസ കൊടുക്കുമെന്ന് അറിയില്ല. അത് MD ആയിരുന്ന ഡോക്ടർ മുനീറാണോ ഈ കിണർകോലുമാണോ, അവരെ വിളിച്ചോണ്ട് വന്ന കിണർകോലുമാണോ പൈസ കൊടുക്കേണ്ടത് നമുക്കിപ്പോഴും അറിയില്ല. എങ്കിലും വളരെ നമ്മുടെ നാട്ടിലെ മാധ്യമ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഒരാളാണ് കിണർകോലു. അതെ. അപ്പോൾ അങ്ങനെ വന്നിട്ട് എന്തായാലും ശരി, ഇയാൾ പതുക്കെ ഇവരുടെ PR-ലേക്ക് കടക്കുന്നു. അദ്ദേഹം നടത്തിയ PR-കളെല്ലാം തിരിച്ചടിക്കുന്നതാണ് കണ്ടത്. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണമാണ് കോടികൾ മുടക്കിയാണ് മോഹൻലാലുമായൊരു ഇൻ്റർവ്യൂ അദ്ദേഹം എടുത്തത്. പിന്നെ അദ്ദേഹം ചെയ്ത ഒരു പണി, നാട്ടിലുള്ള സകലമാന ചാനലുകൾക്കും പിണറായി വിജയൻ്റെ ഇൻ്റർവ്യൂ കൊടുത്തു. പിണറായി വിജയൻ അപ്രാപ്യനല്ല, ഒരാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാത്ത ആളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അതാത് ചാനലുകളിലെ അതാത് സൂപ്പർ സ്റ്റാറുകൾ മുഖേനയുള്ള ഇൻ്റർവ്യൂ. പക്ഷേ അതിനകത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. ഒരുമാതിരിപ്പെട്ട ഓൺലൈനുകളെല്ലാം കൊടുത്തു. മറുനാടൻ മലയാളിക്ക് മാത്രമേ ഉള്ളൂ തരാത്ത. കാരണം മറുനാടൻ മലയാളി അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനം അഴിച്ചുവിടുന്നതുകൊണ്ട് മാത്രമാണ് മറുനാടൻ മലയാളിക്ക് കിട്ടുക. അല്ലെങ്കിൽ അവരുടെ ആ സെലക്ഷനിൽ ഏറ്റവും ആദ്യം വരേണ്ട ഓൺലൈൻ
ചാനൽ എന്ന് പറയുന്നത് മറുനാടൻ മലയാളി മലയാളി തന്നെയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇയാൾ ആ ഇൻ്റർവ്യൂ കൊടുക്കുന്നു, എല്ലാ ചാനലുകൾക്കും കൊടുത്തതിന് ശേഷമാണ് മോഹൻലാൽ ഉള്ളി ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു പരിപാടി ഇറങ്ങും. അപ്പോൾ അതിൻ്റെ പുറത്ത് വന്ന കണക്കുകളെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. യഥാർത്ഥ കണക്കെന്താ? 12 ലക്ഷം രൂപയാണ് ഒരു ഇൻ്റർവ്യൂവിന് ചിലവായത്. ആ ഇൻ്റർവ്യൂവിന് ചിലവായിട്ട് ആ ഇൻ്റർവ്യൂവിനകത്ത് എന്തൊക്കെയാണ്, മൊത്തം സ്ക്രിപ്റ്റഡ് ആണ്. റീടേക്ക് എടുത്തിട്ടുണ്ടെന്ന് തന്നെ സംശയമുണ്ട്. റീടേക്ക് കൊണ്ട് സ്ക്രിപ്റ്റഡ് ആണ്. ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ചോദ്യം മോഹൻലാലിനെ പഠിപ്പിച്ചിട്ട് അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കുന്നത്. ചിലപ്പോൾ മമ്മൂട്ടി ശ്രമിച്ചു കാണുമായിരിക്കും, മമ്മൂട്ടി എസ്കേപ്പ് ആയതായിരിക്കും. മോഹൻലാൽ സാറിന് ഇത്തരം പരിപാടിയൊക്കെ സ്ഥിരം കഴുത്ത് വയ്ക്കുന്ന ഒരു രീതിയിലുള്ള ഒരാളാണ്. മോഹൻലാൽ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുത്തത്. ഫ്രീ ആയിട്ടാണ് മോഹൻലാൽ ചെയ്തത്. അത് സാധാരണ പൈസ മേടിച്ച് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. എന്തൊക്കെയാണ് ഇദ്ദേഹത്തെ ഒരു അഴകിയ രാവണനങ്ങാക്കി. അതെ അതെ, വീട്ടിൽ വളർത്തുനായ കാണിക്കുന്ന ഒരു സിംഹം പോലെ വളർത്തുനായ, നായയും കാക്കയും തമ്മിലുള്ള കാക്കയെ വാ വാ എന്നുള്ള കഥയൊക്കെ പറഞ്ഞ്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് വഴിതെറ്റിപ്പോയ കൂട്ടുകാരനെ നന്നാക്കാൻ കഴിയാതെ പോയതിൻ്റെ വിഷമതകൾ. കുട്ടിക്കാലത്ത് ഇത് നമ്മൾ ഈ 100 തവണ കേട്ടതാണ്. ഈ കുട്ടിക്കാലത്ത് അമ്മമ്മ ആരോ പറഞ്ഞിട്ട് അന്ധവിശ്വാസം പ്രയത്നം പേടിയായിരുന്ന കാര്യം, ഇതൊക്കെ നമ്മൾ കേട്ടുമെടുത്തതാണ്. ഈ കേരളത്തിന് നിങ്ങളൊരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അടുത്ത തവണയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ചോദ്യം മോഹൻലാലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുമില്ല, അദ്ദേഹം ഒട്ട് പറഞ്ഞത് അല്ല. ഇദ്ദേഹം ഇവിടെ കാട്ടിക്കൂട്ടിയ വിക്രിയകളുണ്ടല്ലോ. നവകേരള ബസ്, നവകേരള സദസ് എന്ന പേരിൽ എത്ര കോടി രൂപയാണ് പൊടിച്ചു കളഞ്ഞത്. അല്ല, ഇതിനെല്ലാം ഏകോപനം നിർവഹിച്ചത് കമൽഗോലുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇട്ട് ഈ പൗഡറെല്ലാം പൂശി സുന്ദര കുട്ടപ്പനാക്കി മൊത്തം കളറടിച്ച് വെളുപ്പിച്ച് അങ്ങനെ റെഡിയാക്കി ഇരിക്കുന്ന സമയത്താണ് ഈ യഥാർത്ഥ സ്വഭാവം എത്ര നാൾ നമുക്ക് പൗഡർ ഇട്ട് പുട്ടിയടിച്ച് മാറ്റി വെക്കാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരുമല്ലോ. അങ്ങനെയാണ് കോന്നി വെച്ച് വീട്ടിൽ ചെന്ന് ചോദിക്കാൻ പറഞ്ഞത്. വീട്ടിൽ ചെന്ന് മിനിസ്റ്ററെ ഒരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞ് CMA ഒരു കാര്യം ചോദിക്കുകയാണ്. അങ്ങാണ്ടാണ് ആ വേദിയിൽ നിന്ന് സാഹസി എന്ന ആൾ വിളിച്ചു പറഞ്ഞു. ഉടനെ അയാളുടെ ഡയലോഗ് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി. അതിനുശേഷം അതോടുകൂടി അദ്ദേഹം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇത്രയും നേരം ഈ തിക്കുമുട്ടലിരിക്കുകയായിരുന്നു. അതായത് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അയാളൊരു തിക്കുമുട്ടലിൽ നിൽക്കുന്ന സമയത്താണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നത്. എന്തായാലും വീട്ടിൽ ചെന്ന് ചോദിക്കടാന്ന് പറഞ്ഞതിന് ശേഷം, വീട്ടിൽ ചെന്ന് ചോദിക്ക് എന്ന് പറഞ്ഞതിന് ശേഷമാണ് മറ്റു കാര്യങ്ങൾ വരുന്നത്. ഏതാ ചെറ്റത്തരം വരുന്നത്. രാഷ്ട്രീയ ചെറ്റയെന്ന് വിളിക്കുന്നു ജി സുധാകരനെ പോലെയുള്ള വളരെ മുതിർന്നൊരു നേതാവിനെ. അത് കഴിഞ്ഞ് രേവന്തെ ഡാഷ്മോനെ എന്ന് വിളിക്കുന്നു. പക്ഷേ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയൻ്റെ ഈ പതനത്തിന് ആക്കം കൂട്ടിയത്, അല്ലെ ഈ പതനം വേഗത്തിലാക്കിയത് ആ ഒറ്റ ഡയലോഗാണ്, വീട്ടിൽ ചെന്ന് ചോദിക്കും. അത് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് എല്ലാ ആൾക്കാരും പറയുന്നത് എന്താ, ഇന്നലെ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കി വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു, തന്നെ വീട്ടിലിരുത്തി. ഈ MP നികേഷ് കുമാറിൻ്റെ പിതാവിനെ നമുക്കറിയാം. MP രാഘവൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ അതിശക്തനായ CPM നേതാവായിരുന്നു. അദ്ദേഹത്തെ പിന്നീട് CPM-മാർ അദ്ദേഹത്തിന് തെറ്റി അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. അദ്ദേഹത്തെ എങ്ങനെയെല്ലാം ക്രൂരമായിട്ടാണ് ഇവർ കൈകാര്യം ചെയ്യുന്ന കാര്യം നമ്മൾ കായികമായിട്ട് എത്ര തവണ നിയമസഭയ്ക്കകത്തിട്ട് എനിക്ക് തോന്നുന്നത് AK സാറിന് ആശുപത്രിയുടെ തെരഞ്ഞെടുപ്പിൽ ഇവർ ക്രമക്കേട് കാണിച്ചു ബന്ധപ്പെട്ടോ മറ്റോ അതിന് രേഖകൾ അദ്ദേഹം കൊണ്ടുവന്നു നിയമസഭയിൽ. അദ്ദേഹം പറഞ്ഞപ്പോൾ അന്ന് സഹകരണ മന്ത്രി TK രാമകൃഷ്ണൻ നിഷേധിച്ചു. അപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ട് അദ്ദേഹം അടുത്തേക്ക് ചെന്നു. പിന്നെ ഇതോ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നു, രേഖയും കൊണ്ട് അടുത്തേക്ക് ചെന്നതേ ഉള്ളൂ. TK രാമകൃഷ്ണൻ തല്ലാൻ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പഴയ കണ്ണൂരിലെ ശിഷ്യന്മാരാണ് അടി തുടങ്ങി വെച്ചത്. MP രാഘവൻ പണി പഠിപ്പിച്ചവരാണ് അടിച്ചത്. അദ്ദേഹം ഭീകരമായി നിയമസഭയ്ക്കുള്ളിലിട്ട് വരെ മർദ്ദിച്ചു. അദ്ദേഹത്തിൻ്റെ വീട് കത്തിച്ചു. കൂത്തുപറമ്പടി പോട്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ പാപ്പിനിശ്ശേരി അവിടുത്തെ മൃഗങ്ങളെ മുഴുവൻ കൊന്നൊടുക്കി ജീവനോടെ കത്തിച്ചു. ഇതെല്ലാം ചെയ്തിട്ട് MP രാഘവൻ്റെ അദ്ദേഹത്തിൻ്റെ അവസാന ജീവിത സായാഹ്നത്തിൽ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെ ഒരു അദ്ദേഹത്തിന് ആരോഗ്യാവസ്ഥ വളരെ മോശമായിരുന്നു. ഏതായാലും സ്വന്തം പിതാവിനടുത്ത് ഇത്രയും ക്രൂരത കാണിച്ച ഒരു പ്രസ്ഥാനത്തോട് നോർമൽ കേസിൽ ലോകത്തൊരു പോലും ക്ഷമിക്കാൻ കഴിയുകയില്ല. പ്രതികാരമായിരിക്കും മിക്കവാറും. കണക്കുപോലെ പ്രതികാരം കിട്ടാൻ വേണ്ടി വന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും പറഞ്ഞു. ഇന്നലെ വീണ്ടും അദ്ദേഹം സുരാജിന്റെ മനുഷ്യർക്ക് മനസ്സിലാത്ത ഇന്റർവ്യൂ ആയിട്ട് ഇന്നലെ വീണ്ടും രംഗത്തിറങ്ങി. പക്ഷെ ഇതൊന്നും എന്താ പറയുന്നത്, ഈ പറയുന്ന PR വർക്കുകൾ, ഈ PR വർക്കിന് വേണ്ടി ചെലവഴിച്ച കോടികൾ, അത് പാർട്ടിയുടെ ആണെങ്കിലും ശരി, ചീഫ് മിനിസ്റ്ററുടെ ആണെങ്കിലും ശരി, ഈ പറയുന്ന സർക്കാരിൻ്റെ ആണെങ്കിലും ശരി, വെറുതെ കോടികൾ ചെലവഴിച്ചു. ഹോർഡിങ്സുകൾ വെച്ചു. എത്ര ലക്ഷം രൂപയുടെ ഹോർഡിങ്സുകളാണ്. അതല്ല, ഈ കേരളം മുഴുവൻ വെച്ചില്ലേ, ഒരു ജംഗ്ഷൻ തന്നെ 3, 4, 5 അതെ. എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറഞ്ഞാണ് വെച്ചത്. അതെല്ലാം വെപ്പിച്ചതും അതിനകത്തെല്ലാം ഈ സ്ട്രാറ്റജി തയ്യാറാക്കിയതും ഈ നികേഷ് കുമാർ ആയിരുന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പ്രത്യേക പാക്കേജ്
അമ്പെ പാളി പോവുകയും ചെയ്തു. എന്തായാലും സർക്കാരിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി ജനങ്ങൾ അങ്ങ് ഇറങ്ങി രാവിലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസം അതിരാവിലെ ഇറങ്ങി പരമാവധി ഉച്ചയ്ക്ക് മുമ്പ് ഉച്ചയ്ക്കല്ല വല്ല മഴയോ വെയിലൊക്കെ ഉണ്ടെങ്കിലെന്ന് കരുതി രാവിലെ തന്നെ പോയി എല്ലാവരും വോട്ട് ചെയ്ത് റെഡിയാക്കി. ഏതായാലും പിണറായി വിജയനെ വീട്ടിലിരുത്തി ഒരു മകൻ എന്നുള്ള നിലയിൽ ജനറൽ ഗോലുവിന് അഭിമാനിക്കാം. എൻ്റെ അച്ഛനെ ചെയ്തതിന് പാക വീട്ടി ക്രൂരമായി തിരിച്ച് ഞാൻ ചെയ്ത് അമ്മ എല്ലാത്തിനും കൂട്ടത്തോടുകൂടി കണ്ണൂരിലെ പാർട്ടി തന്നെ പൊളിച്ചടുക്കി തളിപ്പറമ്പും പയ്യന്നൂരും ഒക്കെ കയ്യിൽ നിന്ന് വിട്ടുപോകാനൊക്കെ തന്നെ വലിയ തോതിലുള്ള സംഭാവന ജനറൽ ഗോലു നൽകി. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഒരു ധീരനായ അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയിൽ ആ പ്രതികാരം പൂർത്തിയാക്കി എന്ന് ജനറൽ ഗോലുവിന് എപ്പോഴും അഭിമാനിക്കാൻ ചെയ്യാം.